വികസന സദസ്സുകളിൽ അവകാശവാദങ്ങൾ കൊഴുക്കുമ്പോഴും മാലിന്യച്ചാലിൽ നിന്ന് തൃശൂർ കോർപ്പറേഷൻ പുനരധിവസിപ്പിച്ച കുടുംബങ്ങളെ വീണ്ടും മാലിന്യം വേട്ടയാടുന്നു. രാമവർമ്മപുരം EMS ഫ്ളാറ്റിലെ കുടുംബങ്ങൾ നേരിടുന്നത് അതീവ ശോചനീയ സാഹചര്യം. വീടിന്റെ ഫുള്ള് വീഴല. അടുത്ത കൊല്ലം മഴ പെയ്ത ആ ഫ്ലാറ്റ് നിലത്ത് വീഴും. ഈ 12 കുടുംബങ്ങളും ചത്തുപോകും. അതുണ്ടാവാൻ പോണത് ഞങ്ങൾക്ക്. അപ്പൊ ഞങ്ങൾ ജീവിതകാലം മുഴുവൻ ഈ കുണ്ടിൽ കിടക്കണം. കൊച്ചു മക്കളടക്കം വന്ന് കൊടുക്കും അവിടെ. ഞങ്ങൾക്ക് ഈ ബിൽഡിംഗ് അവരെന്തിനാ തന്നെ കൊല്ലാനാ? ഞങ്ങൾക്ക് ഈ ബിൽഡിംഗ് തന്നവര് കൊല്ലാനാ? അത് വേണ്ട ഞങ്ങൾക്ക് ഈ ബിൽഡിംഗ്. തൃശൂർ കോർപ്പറേഷൻ ദിവാഞ്ചിമൂല ചേരിയിൽ നിന്ന് രാമവർമ്മപുരം EMS സ്നേഹഭവൻ ഫ്ളാറ്റിലേക്ക് മാറ്റിപ്പാർപ്പിച്ച 60-ലേറെ കുടുംബങ്ങളാണ് വീണ്ടും മാലിന്യത്തിലും സുരക്ഷാ ഭീഷണിയിലും ദയനീയ സ്ഥിതിയിലായിരിക്കുന്നത്. ഞങ്ങൾ കുറെ നാളായി ഈ തീട്ടവെള്ളം അനുഭവിച്ച് ജീവിക്കണം. ഞങ്ങളെല്ലാവരോടും പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച ഇവിടെ മീറ്റിംഗ് വെച്ചപ്പോൾ ആ മേഡം പറഞ്ഞു തന്നിട്ടെന്നറിയോ, നിങ്ങൾക്ക് എപ്പോഴും മുനിസിപ്പാലിറ്റി പരാതി കൊടുത്തിട്ട് കാര്യമില്ല. അവരാരവിടെ നിന്ന് വെള്ളം പോകണത് അവരാരും നന്നാക്കണം. അത് ഞങ്ങളിങ്ങനെ ചെയ്തു തരണമെങ്കിൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, അങ്ങനെ പറഞ്ഞത് എന്താ കാര്യമുള്ളത്? ഞങ്ങൾ നിങ്ങളെല്ലാം അടുത്ത് മുനിസിപ്പാലിറ്റി മേയറല്ലേ ലോട്ടിന് വരുന്നത്, നിങ്ങളല്ലേ വരുന്നത് ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഈ വെള്ളം പോണത് വയ്യാണ്ട് കിടക്കണ ഒരാളുണ്ട്. ആ ജനല തുറക്കാൻ പറ്റില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു നടപടി ചെയ്താൽ ഞങ്ങൾക്ക് എല്ലാവരും കൊച്ചു കുട്ടികളൊക്കെ കയറി പോകണത് വല്ല അസുഖം വന്നാൽ എന്താ തീട്ട വെള്ളമാണ് പോണത്. നിങ്ങൾക്ക് ഈ വീട് പതിച്ച് തരാത്തെന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇത് പതിച്ച് തന്നാൽ നിങ്ങളിത് വിറ്റ് പോകും. അപ്പോൾ ഞങ്ങൾ ജീവിതകാലം മുഴുവൻ ഈ കുണ്ടിൽ കിടക്കണം. ഞങ്ങൾക്ക് ആര് സഹായിക്കണോ? അവരടുത്തല്ലേ നമ്മൾ നന്ദി കാണിക്കേണ്ടത്. ഫ്ളാറ്റുകളിൽ നിന്ന് ചോർന്നൊലിക്കുന്ന സെപ്റ്റിക് മലിനജലം ചവിട്ടാതെ ഫ്ളാറ്റുകളിൽ പ്രവേശിക്കാനാകാത്ത സ്ഥിതിയാണ്. ഫ്ളാറ്റിനകത്തേക്ക് പോലും മലിനജലം കിനിഞ്ഞിറങ്ങുന്നുണ്ട്. ഫ്ലാറ്റിന്റെ ടാപ്പ് തുറന്നിട്ട് പോണതുകൊണ്ട് ചുമരിന്റെ അടിക്കൂടെ അടിക്കൂടെ പോകുന്നുണ്ട് വെള്ളം. അവർ ടാപ്പ് ഊരിട്ടല്ല അടിക്കൂടെ പോണത്. അപ്പൊ ഇവരുടെ പണിയുടെ ഇതൊന്നും എടുക്കണത്, അത് ഇവരുടെ പണിയുടെ എടുക്കത് ഇങ്ങനൊക്കെ ചോർന്നൊലിക്കുന്നത്. പതിച്ച് തരില്ല അവരെന്ന് പറഞ്ഞു. അതൊന്നുമില്ല. ഞങ്ങൾ കറണ്ട് ബില്ല് അടയ്ക്കണം, വെള്ളം കാശ് അടയ്ക്കണം, ഒക്കെ ഞങ്ങൾ ചെയ്യണം. ഈ കക്കൂസിന്റെ കാര്യം വന്നപ്പോഴാണ് ഞങ്ങൾ സംസാരിച്ചത്. അതുവരെ ഞങ്ങൾ ഇവർ ചെയ്യണമെന്ന് നോക്കിയിരുന്നു സംഭാഗമായിരുന്നു വെച്ചിട്ട്. ഗുണനിലവാരം കുറഞ്ഞ നിർമ്മിതിയായതിനാൽ ഫ്ളാറ്റിന്റെ ചുവരുകൾ പലയിടത്തും വിണ്ടുകീറിക്കഴിഞ്ഞു. മലിനജലം ശുദ്ധീകരിക്കാനുള്ള പ്ലാന്റ് കാര്യക്ഷമമല്ലാതായിട്ട് നാളുകൾ ഏറെയായി. പലതവണ പരാതിപ്പെട്ടിട്ടും പരിഹാര നടപടികൾക്ക് കോർപ്പറേഷൻ തയ്യാറായിട്ടില്ലെന്നാണ് ഫ്ളാറ്റ് നിവാസികളുടെ പരാതി. ഫ്ലാറ്റിന് ഞങ്ങൾക്ക് ടൈല് പണി കഴിച്ചു തന്നതാ. പക്ഷെ ഈ ടൈലിന്റെ ഉള്ളിൽ വെള്ളം പാത്രം കഴുകി അകത്തേക്ക് വെള്ളം എടുക്കും. തുണികൾ മാറ്റി ഇട്ടിട്ട് ഉണക്കിയിട്ട് വേണം ഞങ്ങൾ അകം ഉണക്കെടുക്കണത്. ഇതേപോലെ ഓരോ കുട്ടികളുണ്ട്. വീടിന്റെ ഫുള്ള് വീഴല. അടുത്ത കൊല്ലം മഴ പെയ്ത ആ ഫ്ലാറ്റ് നിലത്ത് വീഴും. ഈ 12 കുടുംബങ്ങളും ചത്തുപോകും. അതുണ്ടാവാൻ പോണത്. ഫ്ലാറ്റിനുള്ളിൽ നോക്കൊക്കെ കംപ്ലീറ്റ് വിള്ളല. ഒരു വിള്ളലില്ലാത്ത സ്ഥലമില്ല. ഞങ്ങൾ പിന്നെ ഒരു റൂമെന്ന് പറയാൻ പറ്റില്ല. അവിടുന്ന് തട്ടി ഇവിടെ കേൾക്കാം, ഇവിടുന്ന് തട്ടി അവിടെ കേൾക്കാം. ഇതാണ് ഞങ്ങൾക്ക് നടക്കുന്ന ഫ്ലാറ്റ്. അടുക്കള എന്ന് പറയാൻ പറ്റില്ല. അടുക്കളയിൽ ഒരാൾ നിന്ന് ഒരാൾക്ക് കടക്കാൻ പറ്റില്ല. ഇതൊന്നും വേണ്ട ഞങ്ങൾക്ക്. ആദ്യം ആ തീട്ട കൗസാടെ ശരിയാക്കി തരാം. ഈ ചോർച്ചയുടെ കാര്യം വലുത് ചെയ്തു തരാം. വിള്ളല് നിൽക്കുന്നത് മുഴുവൻ എന്തെങ്കിലും ചെയ്തു തരാം. അത് മാത്രം ഞങ്ങൾ ആവശ്യപ്പെടണുള്ളൂ. മാറ്റി താമസിപ്പിച്ച് 2 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും ഉടമസ്ഥാവകാശം നൽകിയിട്ടില്ലാത്ത ഫ്ളാറ്റ് അതീവ ശോചനീയാവസ്ഥയിലായിട്ടും പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കാത്ത രാഷ്ട്രീയ പാർട്ടികൾ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മോഹന വാഗ്ദാനങ്ങളുമായി രംഗത്ത് വരികയാണെന്ന ആക്ഷേപവും നിലവിലുണ്ട്. തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെയും പ്രശ്നപരിഹാരം ഉണ്ടായില്ലെങ്കിൽ കോർപ്പറേഷൻ ഓഫീസിന്റെ കവാടത്തിൽ കുടുംബസമേതം സമരം ചെയ്യാൻ ഒരുങ്ങുകയാണ് EMS ഫ്ളാറ്റിലെ കുടുംബങ്ങൾ. തീരുമാനം നിങ്ങൾ ആരും ഉണ്ടാക്കിയില്ലെങ്കിൽ അവരുണ്ടാക്കിയില്ലെങ്കിൽ ഞങ്ങൾ ഓരോ വോട്ടും ചെയ്യില്ല. ഞങ്ങൾ മുനിസിപ്പാലിറ്റിയുടെ മുമ്പിലുണ്ടാവും. എല്ലാ പിള്ളേരും ഉണ്ടാവും. കൊച്ചു മക്കളടക്കം വന്ന് കൊടുക്കും അവിടെ. ഞങ്ങൾക്ക് ഈ ബിൽഡിംഗ് അവരെന്തിനാ തന്നെ കൊല്ലാനാ? ഞങ്ങൾക്ക് ഈ ബിൽഡിംഗ് തന്നവര് കൊല്ലാനാ? അത് വേണ്ട ഞങ്ങൾക്ക് ഈ ബിൽഡിംഗ്.